ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവർക്ക് എങ്ങനെ ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്താം? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരാളുടെ നോക്കിനെ, വാക്കിനെ, പെരുമാറ്റത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുക? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ, 5-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ പറയാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം വായിച്ച ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു ആവിഷ്കാരമായി പ്രാർത്ഥന മാറണം. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് പറയരുത്, മറിച്ച് എന്ത് ചെയ്യണമെന്നറിയാമോ? യാക്കോബ് ശ്ലീഹ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവയുടെ കാതുകളിൽ നിങ്ങളുടെ നിലവിളി എത്തുവോളം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രേ until your prayer reaches the ears of the Almighty Lord. കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? യാക്കോബ് ശ്ലീഹ കൃത്യമായി പഠിപ്പിക്കുന്നു. അവൻ എളിയവരോട്, നിലവിളിക്കുന്നവരോട് കൂടുതൽ കൃപ കാണിക്കുന്നവനാണ്. അവൻ ഔദാര്യമായി നൽകുന്നവനാണ്. അവൻ മഹാകരുണയുള്ളവനാണ്. അവൻ കൃപ കാണിക്കുന്നവനായതുകൊണ്ട്, ഔദാര്യമായി നൽകുന്നവനായതുകൊണ്ട്, കരുണ കാണിക്കുന്നവനായതുകൊണ്ട് നിന്റെ സങ്കടങ്ങളിൽ നീ പിറുപിറുക്കാതെ അവൻ്റെ കാതുകളിൽ എത്തുവോളം നീ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക. നിനക്ക് പ്രതിഫലമുണ്ടാവും നിശ്ചയം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.